നമ്മൾ മഞ്ഞക്കൂരിയെ വെട്ടുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കുരുമുളക് എല്ലാം ഇട്ട് കാന്താരി വരെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം മുളക് പൊടി ഇട്ട് ലാസ്റ്റ് പരിപാടിയാണ്. മഞ്ഞക്കൂരി മപ്പാസ് വെക്കാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ അത് നമുക്കറിയത്തില്ല. നമ്മൾ മഞ്ഞക്കൂരി എടുത്തിട്ട് 3-4 ഉണ്ട്. നമ്മൾ വെട്ടാൻ സമയമില്ല, അതുകൊണ്ടാ സമയമല്ല അറിയത്തില്ല, ഒരു വിധത്തിൽ ഒപ്പിച്ചതാണ്. പിന്നെ പള്ളക്കകത്തെല്ലാം കൂടെ തേക്കങ്ങോട്ട് ആ വിടവിനകത്തെല്ലാം അങ്ങ് കയറി. കറക്റ്റ് സമയത്തൊരു മഴ. നല്ലൊരു മഴയാണ്. പൊളി എന്നെ വിളിച്ചു. ഞങ്ങളൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചു. എണ്ണ കുറവാണ്, പൊള്ളിച്ചെടുക്കാം. ഞങ്ങൾ മഴയായതുകൊണ്ട് ഒരെണ്ണം വെട്ടിയുള്ളൂ, അതുകൊണ്ട് ഇത് കൂടാതെ നല്ല മീൻകറിയുണ്ട്, നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ മീൻകറി. ഇത് നല്ല പാവയ്ക്ക തീയലാണ്. ഇന്നൊരു പിടുത്തം പിടിക്കും. അടി പിടിക്കാൻ ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇപ്പോൾ അടി എന്തില്ല, ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ വൈകുന്നേരം വരെ ഫുട്ബോൾ കളി കാണാം. നമ്മുടെ അനീച്ചാറുടെ വീട്ടിലാണ്, അപ്പോൾ അത് ആകുന്നേ ഉള്ളൂ. ഏകദേശം വന്നിട്ടുണ്ട്. കുറച്ച് നമുക്ക് നേരത്തെ ഇടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ട് ഇപ്പോൾ ഇടാൻ പോകാം. ആ മസാല ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം റെഡി ആകാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാം. കഴിക്കുന്ന വീഡിയോ നേടുന്നതിനെ കൊതി പിടിപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ഫൈനലാണത്. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൂരി ഫ്രൈ.